ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താനും മുന്നേ, എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനിപ്പം ദുബൈയിലാണ്. ഏകദേശം 21 വർഷമായി ഞാൻ ദുബൈയിൽ വന്നിട്ട്. ഫാമിലിയോടൊപ്പം ദുബൈയിൽ തന്നെയാണ്. മക്കളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. നല്ലൊരു കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 19 വർഷം ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിനു മുന്നേ ദുബൈയിൽ വരുന്നതിന് മുന്നേ ഏകദേശം 8 വർഷം ബോംബെയിൽ ഗോദ്രേജിൻ്റെ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ജോലിയോടൊപ്പം നല്ലൊരു വരുമാനം ഉള്ളതുകൊണ്ടാണ് ഫാമിലിയോട് കൂടെ നിർത്താൻ സാധിച്ചത്. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ വരുമാനം ആവശ്യമുള്ള സമയത്ത് സ്വന്തം കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു ബിസിനസ് ദുബായിൽ ചെയ്തു. അതങ്ങനെ പരാജയപ്പെട്ടു പോയി. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്താണ് പല പല പ്രോബ്ലംസും വരുന്നുണ്ടാവുക. എനിക്കും അതുപോലെ കൊറോണ വന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കയ്യിലുള്ള പൈസ സമ്പാദ്യങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. കൊറോണ വന്ന സമയത്ത് ജോലിയിലുണ്ടായിരുന്ന ശമ്പളം പകുതിയായി മാറി. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു സ്ട്രഗിൾ അനുഭവപ്പെട്ടു. ഈ ഒരു വരുമാനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നത്. അന്നേരം ഒരു താല്പര്യമില്ലാതെ, ഇപ്പം നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന പോലെ ഞാനും ഇത് കേട്ടതാണ്. ഒരു താല്പര്യമില്ലാതെ മാത്രമല്ല, പറയുന്ന ഒരു കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1, 2, 3 പ്രാവശ്യം കേൾക്കാനുള്ളൊരു മനസ്സെനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സായി ഇതിന് മനസ്സിലാക്കാൻ സാധിച്ചു. 1.5 വർഷം ജോലിയോടൊപ്പം ഞാൻ പാർട്ട് ടൈമായിട്ട് ഇത് ചെയ്തു. അതിനുശേഷം എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കൊറോണ വന്ന സമയത്ത് കമ്പനി ശമ്പളം പകുതിയാക്കിയെങ്കിൽ ഇനി ഇതുപോലത്തെ എന്തൊക്കെ വരാൻ കിടക്കണു, ശമ്പളം എവിടെ പകുതിയാവും, എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, മക്കൾ വലുതായി വരുന്നതാണ്, ജോലിയിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലാന്ന് മനസ്സിൽ തിരിച്ചറിവ് ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈമായിട്ട് ഇന്ന് ഞാൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, 1 രൂപ പോലും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഒരു പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. ഒരാളെ കൊണ്ടും ഇവിടെ യാതൊരുവിധ നിർബന്ധമായ പ്രൊഡക്റ്റ് പർച്ചേസിങ് ചെയ്തിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്ന ബിസിനസ് അല്ല. അപ്പം നിങ്ങൾ വന്നിരിക്കുന്ന ഇപ്പം 69 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒറ്റ റിക്വസ്റ്റ്, ഞാനിത് പറഞ്ഞു തീരുന്നത് വരെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും സംശയങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. അത് കംപ്ലീറ്റ് കേട്ടും മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊരു സ്ലൈഡ് സഹായത്തോടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ബിസിനസ് എന്ന് പറയുമ്പോൾ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പിറകെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടം ഓടി ടെൻഷനും റിസ്ക്കുമായിട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് ബിസിനസ്. നമ്മളെല്ലാവരും കാണുന്നുണ്ടാവില്ല. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ബിസിനസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ, ടെൻഷൻ അടിക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ചെയ്യുന്ന ജോലിയോടൊപ്പം പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് വീട്ടു ജോലിയോടൊപ്പമോ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടും, നിങ്ങൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, യാത്രയിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതിനാകെ വേണ്ടുന്നത് ക്ഷമ മാത്രമാണ്. നിങ്ങളിതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതും ജീവിതകാലം മുഴുവനും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ബിസിനസ് ആക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടോ? വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി ദ ടീം ഓഫ് ചാമ്പ്യൻ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനം ലക്ഷക്കണക്കിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിൻ്റെ CEO കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു കൺസ്യൂമറിനെ സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റുകയാണ്. ഇവിടെ ഏകദേശം 69ഓളം ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കൺസ്യൂമറാണ്, കസ്റ്റമറാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. അധ്വാനിക്കുന്ന പൈസ കൊടുക്കുന്നു, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വീട്ടിനടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ കച്ചവടക്കാരോ നമുക്കൊരു അവസരം തന്നിട്ടുണ്ടോ? ഒരു വരുമാനം ഇതിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനുള്ള ഒരു അവസരമോ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്കറിയാം, കേരളത്തിൽ പ്രളയം വന്നിട്ടുണ്ടായിരുന്നു, കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു, വരുമാനം നിലച്ചു പോയ ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കമ്പനിക്കാരോ കച്ചവടക്കാരോ ഇപ്രാവശ്യത്തെ സാധനം പൈസ തരാതെ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും കമ്പനിക്കാരും പരസ്യക്കാരും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒരു കൺസ്യൂമറിനെ എംപവർമെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയാണ്.
ഈ പിക്ചറിലുള്ള എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? വാട്ട് ഈസ് യുവർ ഡ്രീം? ധാരാളം പണം സമ്പാദിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഒരു വാഹനം സ്വന്തമായിട്ട് വാങ്ങിക്കുക. വാഹനം ഇന്ന് എല്ലാവരുടെ വീട്ടിലും വാഹനം കാണാം, ബൈക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കാറുണ്ടാവും. പക്ഷെ ഒരു ലക്ഷറി വാഹനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. വിദേശ യാത്രകൾ ഫാമിലിയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും വീട് വെക്കാറുണ്ട്. ലോൺ എടുത്ത് ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്ന പൈസ EMI അടച്ചുകൊണ്ട് വീട് വെക്കുന്ന ആൾക്കാരാണ്. ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ലൈഫ് എൻജോയ് ചെയ്യാൻ, ഇതെല്ലാം സ്വപ്നങ്ങളാണ്. നമ്മൾ പഠിക്കുന്നു, നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്കിൽ അനുസരിച്ചുള്ള വരുമാനം ചിലപ്പോൾ കിട്ടിയെന്ന് വരാൻ സാധ്യത കുറവായിപ്പോൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടുവാണെങ്കിൽ 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ, അതിന് മേലോട്ടുള്ള ശമ്പളം നന്നായി പഠിച്ച ഒരാൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. നോർമൽ ലെവലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 5,000 മുതൽ 12,000 രൂപയുള്ള വരുമാനം മാത്രമേ കിട്ടുള്ളൂ. ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ പോകുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെലവ് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് പല മേഖലകളിലും പോകുന്നത്. നാട്ടിൽ കാണുന്ന പല ഉടായ്പിലും പോയി തലവെച്ച് കൊടുക്കുന്നതും കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടികൾ കംപ്ലീറ്റ് പൈസ കൊടുക്കുന്ന ആൾക്കാർ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമല്ലോ എന്നിട്ട് പോകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ വാട്ട് യു ഗെറ്റ്, വേറെ എന്തൊക്കെ നമുക്ക് നേടാം? ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം. അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ് ഇത് കേൾക്കുന്നെങ്കിൽ, വീട്ടമ്മ എന്ന് പറയുന്നത് നന്നായി പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം. സാഹചര്യങ്ങൾ കാരണം കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിലെ ആൾക്കാരെ നോക്കാനും വീട്ടിൽ ജോലി ചെയ്യാനും വീട്ടമ്മമാരായി ഒതുങ്ങി കൂടിയവരായിരിക്കും കൂടുതലും. അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? ഒരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ, ഒരു സാരി വാങ്ങിക്കണമെങ്കിൽ, ഒരു ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ പോലും ആരെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വീട്ടമ്മമാരുടെ. ഇവിടെ ഏതൊരു വീട്ടമ്മയ്ക്കും അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം ഉച്ച വരെയൊക്കെ ചിലപ്പോൾ ജോലി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 3-4 മണി സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നവരെ കുറിച്ച് ചിലപ്പോൾ വീട്ടമ്മമാർ ഫ്രീ ആയിരിക്കും. ആ സമയത്തായിരിക്കും TV കാണുന്നുണ്ടാവും, ആ സമയത്തായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. ആ പാഴാക്കി കളയുന്ന സമയം ഒന്നിവിടെ മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് തന്നെ ലക്ഷറി ലൈഫിലേക്ക് പോകാനും നിങ്ങളെ ഫാമിലിയെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഒരു സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് കേൾക്കുവാണെങ്കിൽ, ഒരു 5 വർഷം നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഇതിന് പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ജോലിക്കോ ഒരു ഇൻ്റർവ്യൂവിനോ പോകേണ്ട ആവശ്യമുണ്ടാവില്ല. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും അതേ സമയത്ത് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാനും ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം സാധിക്കുന്നുണ്ടാവും. സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ കടയിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ, ഒരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ കാണും, ഇഷ്ടപ്പെടും, ഓക്കെയാണ്. പക്ഷേ അവസാനം നമ്മളതിൻ്റെ പ്രൈസിലേക്ക് ഒരു നോട്ടം ഉണ്ടാവും. പ്രൈസ് ടാഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേണ്ട, വേറെ ഒന്ന് എടുത്തോ നമ്മൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? പല ആൾക്കാരും 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഒരു നല്ല സാരി കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടും, വില നോക്കിയ ശേഷം ഇത് വേണ്ട എന്ന് വേറെ എടുത്തോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത്രയും പൈസ ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസക്കുള്ള സാധനം ഇഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുന്നുണ്ടാവും. ടൈം ഫ്രീഡം. ഇന്ന് ഏറ്റവും വില കൂടിയ സാധനമാണ് സമയം. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കാരണം സമയം പോകുന്നത് അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായ സമയം അവൈലബിൾ ആയിരിക്കും. കാരണം ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിക്ക് അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന് സ്കൂൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു കല്യാണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്ത് ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ടാകും. ഒരു ബിസിനസ്സുകാരനായാലും അതേപോലെ തന്നെയായിരിക്കും. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും സമയം അവൈലബിൾ ആണ്. ആരോടും ചോദിക്കേണ്ട, ഒരു പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഈ ബിസിനസ് വെച്ച് 4 വർഷമായി. ഈ 4 വർഷമായിട്ട് എനിക്ക് ഡോക്ടർക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു യാതൊരുവിധ കെമിക്കൽ ഡ്രഗ്സ് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കുന്നുണ്ടാവും. അതുകൂടാതെ ലെജൻഡായി മാറാൻ, ലെഗസി ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജനറേഷൻ, അവരുടെ ജനറേഷൻ നമ്മൾ ഓർത്ത് പോകുന്ന മക്കളും മക്കളുടെ മക്കളൊക്കെ നമ്മൾ ഓർക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മളുടെ പേരൻസിനെ നമുക്കറിയാം, അവരുടെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെയും നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിനപ്പുറം നമ്മൾ ഓർക്കാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഈ ഒരു ബിസിനസ് നിങ്ങളുടെ എല്ലാ ജനറേഷനും ഓർക്കാനും
നിങ്ങൾ അറിയപ്പെടുന്ന വ്യക്തിയായി മാറാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് ഏർലി റിട്ടയർമെൻ്റ് ആണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഞാൻ 1.5 വർഷമായിട്ട് ഈ ബിസിനസ് വന്നതിന് ശേഷം റിട്ടയർമെൻറ്റ് ലൈഫിൽ വന്ന വ്യക്തിയാണ്. ഇപ്പം വീട്ടിലിരിക്കുകയാണ്, ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കുകയാണ്. ഒരു 5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ ഇങ്ങനെയൊന്നും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ആളെന്നല്ല കേട്ടോ. ആദ്യം ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ബാക്കോട്ട് പോകുന്ന വ്യക്തിയാണ്. ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ദിവസവും ആൾക്കാരുടെ മുന്നിലേക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവ് എനിക്ക് തന്നത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. അതോടൊപ്പം തന്നെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിദേശ യാത്രകൾ. നമ്മളെല്ലാവരും ചങ്ങായിമാരൊക്കെ ജോലി പോകുന്ന സമയത്ത് ഒരുമിച്ച് പറയും, നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് കറങ്ങാൻ പോയാലോ, ഊട്ടിയിലോ കൊടൈക്കനാലോ ഒന്ന് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ലീവ് എടുക്കും. നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന പൈസ ചിലവാക്കിയിട്ടായിരിക്കും ഈ കറങ്ങാൻ പോകുന്നുണ്ടാവും. ഊട്ടിയിൽ കൊടൈക്കനാൽ ഗോവയിലൊക്കെ പോകുമ്പോൾ നല്ല പൈസ ചിലവാകും. ഒരാഴ്ച ലീവ് എടുത്തിട്ടായിരിക്കും പോകേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ശമ്പളം കുറയുന്നുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിക്കാൻ വർഷത്തിൽ 3 പ്രാവശ്യം സാധിക്കും ഫ്രീ ആയിട്ട്. അവിടെ ലീവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ യാത്രകൾ പോകുന്ന സമയത്ത് പോലും നിങ്ങളുടെ വരുമാനത്തിന് യാതൊരു കുറവുണ്ടാവില്ല. എല്ലാ മാസം കിട്ടുന്ന വരുമാനം അതേപോലെ കിട്ടുന്നുണ്ടാവും. അടുത്തത് ഹെൽപ്പിംഗ് അതേഴ്സ്. കുറേ വ്യക്തികളെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ. ഞാൻ ദുബായിൽ 21 വർഷമായി. 19 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു കുടുംബത്തിനൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ആർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരാളെയും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും സഹായിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ ബിസിനസ് 4 വർഷമായിട്ട് ഒരുപാട് ഫാമിലി, നേരത്തെ തന്നെ ഇൻവൈറ്റ് ചെയ്ത ഭീമ മാഡം ഒരു ഹൗസ് വൈഫായിരുന്നു ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. 3 വർഷം മുന്നേ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടൊരു വീട്ടമ്മയാണ്. അന്ന് അവരുടെ കയ്യിൽ ഞാൻ ഈ പ്ലാൻ പ്രസൻറ്റേഷൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. ഇന്ന് ആ കുഞ്ഞ് അംഗനവാടി പോയി തുടങ്ങി. ഇന്ന് ഇവരുടെ വരുമാനം, ഒരു വീട്ടമ്മയാണ്, വീട്ടിലിരുന്നു കൊണ്ട് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനേക്കാളും വരുമാനം വാങ്ങിക്കുന്ന ഓൺട്രപ്രണറായി മാറിയിരിക്കുകയാണ്. ഇവിടെ അനേകം ഫാമിലിക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അനേകം ഫാമിലിക്ക് ആരോഗ്യം, വർഷങ്ങളായിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ കഴിച്ചിട്ട് പോലും ഒരു മാറ്റമില്ലാത്ത ആ ഒരു ഫാമിലിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ, അവർക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഈ 2 സ്ലൈഡിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കുമെന്നാണ്. ഇത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ഇന്ത്യൻ കമ്പനിയാണ്. ഡൽഹിയിലായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 10 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. ഹിമാചലിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത്. ഡൽഹിയിലും ബാംഗ്ലൂരും 2 ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മളെ പോലെയുള്ള 6 വ്യക്തികളായിരുന്നു കമ്പനിയോടൊപ്പം അന്ന് അസോസിയേഷൻ ചെയ്തത്. 21 വർഷം കംപ്ലീറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞ 10 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പല ആൾക്കാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അങ്ങനെയുള്ള ബിസിനസ് അല്ല കേട്ടോ. പ്രൊഡക്റ്റ് വിൽപ്പനയോ കുറേ ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ല കേട്ടോ. ഞാൻ കമ്പനി പ്രൊഫൈലാണ് പറയുന്നത്. 10 പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് 2025 ആവുമ്പോഴേക്കും 21 വർഷം കംപ്ലീറ്റ് ആയി. 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വലിയൊരു കമ്പനിയായി മാറി. 2 ഓഫീസ് ഉണ്ടായിരുന്നത് 5000-ലധികം ഔട്ട്ലെറ്റായി മാറി. ഏകദേശം 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള കമ്പനിയായി മാറി. 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടങ്ങിയ കമ്പനി 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുള്ള കമ്പനിയായി മാറി. അതിൻ്റെ ഫൗണ്ടർമാരാണ് ഈ പിക്ചറിൽ കാണുന്ന മിസ്റ്റർ ഗൗതം ബാലി സാർ, കൺവേർബീർ സിംഗ് ആൻഡ് ദീപക് സുസാർ. മലേഷ്യൻ കമ്പനിയിലെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സിഇഒമാരായിരുന്നു ഇദ്ദേഹം. ഇവരുടെ ആ 3 പേരുടെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഹൈ വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സാണ്. മലേഷ്യ പോലത്തെ ഒരു ചെറിയ രാജ്യത്ത് റിച്ച് ആയിട്ടുള്ള കുറേ ആൾക്കാരെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. ഇത് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടർമാരാണിത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. ലോകത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 പ്ലേസിൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 38ാമത്തെ സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 5000 കോടി ടേൺ ഓവറാണ്. ഇൻ്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ UAE, ഞാൻ UAEയിലുള്ള ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻ, ഇത്രയും രാജ്യങ്ങൾ കമ്പനി ഓൾറെഡി റണ്ണിങ്ങിലാണ്. 30ഓളം രാജ്യങ്ങൾ ലക്ഷ്യമാക്കി പോകുന്ന ഈ കമ്പനി 1000-ലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകാൻ പോകുന്ന കമ്പനിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ 21 വർഷം കംപ്ലീറ്റ് ആയ ഇത്രയും വലിയൊരു കമ്പനിയോടൊപ്പം ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഈ കമ്പനിയോടൊപ്പം ഒരു ബിസിനസ് ഡെവലപ്പിംഗ് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും കസ്റ്റമറാണ്.
നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കൊടുക്കുന്ന 60% നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റാൻ, ആ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, ഈ സിനിമാ താരങ്ങൾ പറഞ്ഞ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ അതേ സിനിമാ താരങ്ങളെ പോലെ സെലിബ്രിറ്റിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ്. ഇവിടെ 77 പേര് ഇവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലായിരിക്കുമോ, നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഇന്നേ വരെ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനിയും ഈ വിലക്ക് തന്നിട്ടുണ്ടാവില്ല. ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഒരൊറ്റ ഉപയോഗത്തിലൂടെ നിങ്ങൾ ഇതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറാൻ സാധിക്കുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഒരു ഉപയോഗത്തിലൂടെ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും, റിസൾട്ട് ലഭിക്കും. നിങ്ങൾ അന്ന് മുതൽ ഇതിൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടാവാം. ഇവിടെ ഏത് സാധാരണക്കാരനും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെ നമുക്ക് ലഭിക്കാം? നിങ്ങൾക്ക് ആരാണോ ഈ 77 പേരിൽ നിങ്ങൾക്ക് ആരാണോ ഈ സൂം ലിങ്ക് അയച്ചെന്ന വ്യക്തിക്ക് ഒരു ഹായ് കൊടുക്കുക. ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഹായ് കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി, ഈ 450 പരം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങളുടെ മൊബൈലിലേക്ക് ഓപ്പൺ ആക്കി തരും. രജിസ്ട്രേഷൻ ചെയ്യുക, ഫ്രീ ആയിട്ട്, യാതൊരുവിധ പൈസയും കൊടുക്കേണ്ട ആ കമ്പനിയോടൊപ്പം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ കമ്പനിയുടെ 450 പരം പ്രൊഡക്റ്റ് കാണാൻ സാധിക്കും. നമ്മൾ ഈ മീഷോയിലും ആമസോണിലൊക്കെ കാണുന്ന പോലെ എല്ലാ പ്രൊഡക്റ്റും അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. 35% ഡിസ്കൗണ്ടാണ് ആ പ്രൊഡക്റ്റ് തരിക ഡിസ്ട്രിബ്യൂട്ടർമാർക്ക്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു 100 രൂപയുടെ സാധനമാണ് അതിൽ MRP കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 65 രൂപയ്ക്ക് ലഭിക്കും. 35% ഡിസ്കൗണ്ടാണ്. ഓരോ പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങൾ എത്ര രൂപ ചിലവാക്കുന്നുണ്ടോ അതിൻ്റെ 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. രണ്ടും രണ്ടാണ് കേട്ടോ. ആദ്യം പറഞ്ഞ ഡിസ്കൗണ്ട് 35% ഡിസ്കൗണ്ട് ആണെങ്കിൽ താഴെ കാണുന്ന 10% ഫ്രീ പ്രൊഡക്റ്റാണ്. അടുത്തത് ക്യാഷ് ബാക്ക്. നിങ്ങൾക്ക് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പം നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനത്തിൻ്റെ ലാഭം ഈ സിനിമാ താരങ്ങൾ കൊടുക്കുന്ന പൈസയിലൊക്കെ ചെറിയൊരു അംശം നിങ്ങൾക്ക് തരുവാണ്. 5 മുതൽ 16% വരെ ഒരു വരുമാനം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് ആട്ടോ. ബിസിനസ് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റ് വേറെ വരും. ഇത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, സ്വന്തം വീട്ടിലേക്ക് അവനവൻ്റെ ഉപയോഗത്തിന് വാങ്ങിക്കുന്ന അതിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞിട്ടോ. പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 35% ഡിസ്കൗണ്ടിലും 10% ഫ്രീ പ്രൊഡക്റ്റും 5 മുതൽ 16% വരെ വരുമാനം വാങ്ങിക്കാൻ അവസരം. അടുത്തൊരു പ്രത്യേകത, ഒരു സിനിമാ താരങ്ങൾ ഇന്നേ വരെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിക്കാം. 30% യൂസ് ചെയ്തത് വരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത്. ഒരു 30% യൂസ് ചെയ്യാം ഒരു മാസം വീട്ടിൽ വെച്ചിട്ട്. ക്വാളിറ്റി ഇല്ല എന്ന് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങൾ ചിലവാക്കിയ പൈസ നിങ്ങൾക്ക് നഷ്ടമായെന്നൊരു വിഷമം വരുവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. കമ്പനി പൈസ തിരിച്ചു തരാൻ റെഡിയാണ്. അങ്ങനെ ഏതെങ്കിലും കമ്പനിക്കാർ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? 100% മണി ബാക്ക് ഗ്യാരണ്ടി ഒരു കമ്പനി 21 വർഷമായിട്ട് കൊടുക്കണമെങ്കിൽ അവരെത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? 21 വർഷം ഒരാൾ പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത്രക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ വെസ്റ്റീജിൻ്റെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. അവിടെ വീണ്ടും ഒരു ഓഫറാണ്. 4 മാസം നിങ്ങൾ പൈസ കൊടുത്ത് ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ 5-ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാം. എത്ര വർഷങ്ങളായി നിങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയിൽ പോയിട്ട് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും അല്ലെങ്കിൽ ഒരു സോപ്പെങ്കിലും ആരെങ്കിലും ഫ്രീ തന്നിട്ടുണ്ടോ? ഏതെങ്കിലും കച്ചവടക്കാരൻ, ഏതെങ്കിലും കമ്പനി? ഇവിടെ വെസ്റ്റീജ് കമ്പനി 4 മാസം വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം ഫ്രീ ആണ്. അത് 2500 മുതൽ 20,000 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അത് നിങ്ങളൊരു 100 പോയിന്റ് വാങ്ങിക്കുകയാണെങ്കിൽ 4 മാസം കണ്ടിന്യൂ വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം 2515 പ്രൊഡക്റ്റ് ഫ്രീ ആണ്. ഇത് വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഓഫറാണ്. ആവശ്യക്കാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിച്ച് സാധനം വാങ്ങിപ്പിക്കില്ല. ഒരാളും നിങ്ങൾ വിളിച്ച് പറയില്ല സാധനം വാങ്ങിക്കാൻ വേണ്ടി. കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ 1-2 പ്രൊഡക്റ്റ് വാങ്ങിച്ച് ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രം
ഈ കമ്പനിയോടൊപ്പം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം? എങ്ങനെ ഇതിനെ ഒരു 9 തരം വരുമാനത്തിലേക്ക് പോകാൻ സാധിക്കും? ഞാൻ 4 വർഷം മുന്നേ ഈ കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരു 3000 രൂപയ്ക്ക് മേലുള്ള സാധനം ഞാൻ വാങ്ങിച്ചത് എൻ്റെ വീട്ടിലേക്ക്, അത്രേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പ്രായത്തിനുള്ള ഒരു കമ്പനി സാധനം വാങ്ങിച്ച പൈസയുടെ 10% ഫ്രീ പ്രൊഡക്റ്റ് തരുന്ന കമ്പനി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഒരു കമ്പനിക്കും തരാൻ സാധിച്ചില്ല. ഒരു ഐശ്വര്യ റായി പറഞ്ഞതോ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ പ്രൊഡക്റ്റിനോ ഈ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഈ വിലയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരൊറ്റ പല്ല് തേക്കുന്ന പേസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഒരു ഉപയോഗത്തിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്നെ എക്സൈറ്റഡ് ആക്കിയത് ആ ഒരൊറ്റ കാര്യമാണ്. ആ പല്ല് തേക്കുന്ന പേസ്റ്റിൽ കിട്ടിയ റിസൾട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ 14 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന മൗത്ത് അൾസർ ആ ഒരു പേസ്റ്റിൽ മാറി എന്ന കാര്യം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ, കാരണം അവർക്കറിയാം എല്ലാ മാസവും ആദ്യത്തെ 2 ആഴ്ച എനിക്ക് വായപ്പൊണ്ണ് വരും. ഡോക്ടർമാരെ കാണിക്കും, ഒരു ഡോക്ടർമാർക്കും അത് മാറ്റാൻ സാധിക്കില്ല. 2 ആഴ്ച കഴിയുമ്പോൾ അതങ്ങ് പോകും. അടുത്ത മാസം വീണ്ടും വരും. ഇത് വർഷങ്ങളായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷെ അത് മാറി എന്ന് വെസ്റ്റീജിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ, വെറും 72 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അത് മാറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ സെൻസിലും പല പേസ്റ്റുകളും നമുക്ക് റെഫർ ചെയ്ത് ഒരു പേസ്റ്റിലും മാറ്റാൻ പറ്റില്ല. പല സപ്ലിമെൻറ്റ്, പല വിറ്റാമിൻ ഗുളികകൾ തന്നിട്ടുണ്ടായിരുന്നു, അതിലും മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വെസ്റ്റീജിൻ്റെ ആ 72 രൂപയുടെ പേസ്റ്റ് കിട്ടിയ റിസൾട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചങ്ങായിമാരോടൊന്ന് പറഞ്ഞപ്പോൾ അവരും ഈ കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്ന പല്ലുവേദന മാറാൻ തുടങ്ങി, പല്ല് പുളിപ്പ് മാറി. അവർ ഈ വെസ്റ്റീജിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. 6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ് കണക്റ്റായെങ്കിൽ ഇന്ന് 4 വർഷമായപ്പോൾ ആ 6 വ്യക്തികളിലൂടെ ഏകദേശം 5300-ലധികം ആൾക്കാർ 13ഓളം രാജ്യത്തിരുന്നു കൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതിനകത്ത് അജയ്കുമാർ ചേട്ടനുണ്ട്. അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി സിംഗപ്പൂരിൽ നിന്നാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കണേ. സിംഗപ്പൂരിലേക്ക് 10,000 രൂപ കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് അവർ സാധനം കൊണ്ടുപോകുന്നത്. അവിടെ സാധനം കിട്ടാനിട്ടല്ല. നമ്മൾ ഫോറിൻ സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടുതരാറുണ്ടല്ലേ. ഇവിടെ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് സിംഗപ്പൂരിലേക്ക് കൊറിയർ ചാർജ് എടുത്ത് ആൾക്കാർ കൊണ്ടുപോകാം. അത്രക്കും ക്വാളിറ്റി അതിനുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതിൽ 9 തരം വരുമാനം ഉണ്ടാക്കാൻ അവസരമുണ്ട്. ഇതിൽ 8 തരം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 ഫ്രണ്ട്സിനോട് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൽ കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിലുണ്ടാകുന്ന വരുമാനം ഉണ്ടാക്കുന്ന സാധ്യതകളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇന്ന് ഏകദേശം 10 ലക്ഷത്തിന് മേലുള്ള കച്ചവടം നടക്കുന്നുണ്ട് ആ ഒരു ഓർഗനൈസേഷൻ വഴി. ഒരു ഷോപ്പില്ലാതെ, ഒരു സ്റ്റാഫില്ലാതെ, 1 രൂപ വാടക കൊടുക്കേണ്ട, ഒരു സാധനം പോലും ബൾക്കായി വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 10 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട്. പെട്രോൾ അടിക്കണ്ട, വണ്ടിക്കൂലി വേണ്ട, ടെൻഷനില്ല, റിസ്ക് ഇല്ല. ഞാൻ ആകെ 6 പേരോട് മാത്രമേ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അവരത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവർക്ക് ക്വാളിറ്റി വിശ്വാസം വന്നു. അവരത് ഞാൻ ചെയ്ത പോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ഒരു നെറ്റ്വർക്കായി മാറി. ഇന്ന് 8 തരം വരുമാനം വാങ്ങിക്കുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിരിക്കുക ഞാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ഒരു നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ട് അതോടൊപ്പം ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ കാണിക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കോമേഴ്സ്. നമുക്കിന്ന് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ കമ്പനി ആമസോണാണ് നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊടുത്തിരുന്നത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആമസോൺ കമ്പനി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുതരും, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ വെസ്റ്റീജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇ കോമേഴ്സ് വഴി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജിലൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ, ആരോഗ്യം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ഈ ഒരു സന്തോഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാൻ സാധിക്കുവാണെങ്കിൽ, ബന്ധക്കാരോട് പറയാൻ സാധിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആരോടെങ്കിലും പറയാൻ സാധിക്കുവാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 പേരോട് പറഞ്ഞപ്പോൾ ഇന്ന് 5300-ലധികം ആൾക്കാർ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പരിപാടി നിർത്തില്ല. കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആയിരിക്കും. എനിക്ക് എൻ്റെ ടീമിൽ നടക്കുന്ന ബിസിനസ് ടേൺ ഓവർ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരുമാനമായിട്ട് പോകാൻ നെറ്റ്വർക്കിലൂടെ. അടുത്തത് പോൾ സെയിൻ പിൽസർ, US എക്കണോമിസ്റ്റാണ്. ഇദ്ദേഹത്തെ പല ആൾക്കാർക്ക് അറിയാം. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ IT കാലഘട്ടമാണ് വരാൻ പോകുന്ന പ്രവചിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അന്നേരം കമ്പ്യൂട്ടർ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. IT കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആ റെവല്യൂഷൻ കഴിഞ്ഞു, ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി പറഞ്ഞാൽ വെൽനസ് ആണ്. വെസ്റ്റീജ് കമ്പനി 100ഓളം വെൽനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് 3 ചേർന്നിട്ടുള്ള കോമ്പിനേഷനായ ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കോമേഴ്സ്.
ഇത് മൂന്നും കൂടെയാണ് വെസ്റ്റീജ് നമ്മൾക്ക് ചെയ്യുന്നത്. ഒരു നല്ലൊരു തീരുമാനം. എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ഞാൻ വെസ്റ്റീജിൽ നിന്ന് ഇപ്രാവശ്യത്തെ കുറച്ച് സോപ്പോ പേസ്റ്റോ ചായപ്പൊടിയോ കുക്കിംഗ് ഓയിലോ പാത്രം കഴുകുന്ന സാധനമോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാമെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ, വാങ്ങിച്ചുപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവസരം അവിടെ കമ്പനി തരുന്നുണ്ട്. ഒരു 50 പൈസ പോലും നഷ്ടപ്പെടാതെ, ഒരാളുടെ പോലും ഒരു 5 പൈസ വാങ്ങിക്കാതെ, ഒരാളെ കൊണ്ടും നിർബന്ധിച്ചൊരു സാധനം പോലും പർച്ചേസ് ചെയ്യിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ നമുക്കൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങളെല്ലാവരും? നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഒരു നല്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ 80 വയസ്സ് 90 വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരസുഖമില്ലാത്ത വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു 3-4 പ്രാവശ്യം കണ്ടിന്യൂള്ള സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് മനസ്സിലാവും.